Hello, welcome back to the shows. എല്ലാവരും സുഖമായിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്ന് ചൈന കാണാൻ പോവാണ്. ചൈനയിലേക്ക് നമുക്കൊന്ന് പോവാം. ചൈനയിലേക്കെന്ന് പറയുമ്പോൾ നിങ്ങളിനി ശരിക്കും ചൈനയാണെന്ന് വിചാരിക്കരുത്. സിഡ്നിയിലൊരു ചൈനയുണ്ട്, ചൈന ടൗൺ എന്ന് പറഞ്ഞിട്ട്. ശരിക്കും ചൈന പോലെ തന്നെയാണെന്നാണ് എല്ലാവരും പറയുന്നത്. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ലൊക്കേഷനാണ് സിഡ്നിയിലെ. നമുക്കത് കണ്ടാലോ? അപ്പോൾ ഞങ്ങൾ പോകുന്നുണ്ട്, നിങ്ങളെയും കൂടെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. പോവാം. എല്ലാ കൺട്രീസിലും ഇങ്ങനെ ചൈനീസ് ആൾക്കാർ ഒരുമിച്ച് താമസിക്കുന്നതും പിന്നെ അവരുടെ ഷോപ്സും കാര്യങ്ങളും എല്ലാം ഉള്ള ആ ഒരു ലൊക്കേഷനാണ് ചൈന ടൗൺ എന്ന് പറയുന്നത്. അത് സിഡ്നിയിൽ മാത്രമല്ല കേട്ടോ, ഇന്ത്യയിലും സിംഗപ്പൂർ, മലേഷ്യ, UK ഇങ്ങനെയുള്ള എല്ലാ കൺട്രീസിലും ഇങ്ങനത്തെ ഒരു ചൈന ടൗൺ ഉണ്ടാവും. അതുപോലെ ഇന്ത്യൻ ഷോപ്സും റെസ്റ്റോറൻറ്റും ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉള്ള ആ ഒരു ലൊക്കേഷനെ ലിറ്റിൽ ഇന്ത്യ എന്ന് വിളിക്കാറുണ്ട്. ഇവിടെയുണ്ട്, സിഡ്നിയിലുണ്ട് ലിറ്റിൽ ഇന്ത്യ എന്ന് പറഞ്ഞൊരു ലൊക്കേഷൻ. അത് നമുക്ക് വേറൊരു ദിവസം ഞങ്ങൾ അതിൻ്റെ വ്ളോഗ് ചെയ്യാം. അപ്പോൾ ഇന്ന് നമുക്ക് ചൈന കണ്ടാലോ? ലൈറ്റ് റെയിൽ വരുന്നുണ്ട്, അപ്പോൾ നമുക്ക് കയറാം. വാ. നോക്കുവാണെങ്കിൽ ഫുൾ കളർഫുള്ളാണ്. ഷോപ്സും അതിൻ്റെ ലേബലും സ്റ്റിക്കറും എല്ലാം കളർഫുള്ളാണ്. ചൈനീസ് മാത്രമല്ല, കൊറിയൻ, പിന്നെന്താ വിയറ്റ്നാമീസ്, അങ്ങനത്തെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. അങ്ങനെ ചൈന ടൗണിൽ എത്തിയിട്ടുണ്ട്. സിറ്റിയിൽ നിന്ന് വളരെ അടുത്ത് തന്നെയാണ് കേട്ടോ ചൈന ടൗൺ, സിറ്റിയുടെ ഉള്ളിൽ തന്നെയാണ്. ഈ കാണുന്നതാണ് ചൈന ടൗണിൻ്റെ എൻട്രൻസ്. നല്ല ഒരു ചൈനീസ് ആർക്കിടെക്ചർ രീതിയിൽ തന്നെയാണ് അതിൻ്റെ എൻട്രൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അത് കണ്ടു കഴിഞ്ഞാൽ ചൈനയല്ലെന്ന് ആരും പറയില്ല.
നമ്മൾ ചൈനീസ് കൊറിയൻ ഫിലിംസൊക്കെ കാണുമ്പോൾ ഉള്ള പോലത്തെ ഒരു അറ്റ്മോസ്ഫിയറും അതുപോലെ വാക്ക് വേയും ടേബിളും ഒക്കെയാണ് കൂടുതലും ഇവിടെ ഉണ്ടാവുക. പിന്നെ ഒരുപാട് സുവനീഴ്സും കാര്യങ്ങളും ഇവിടെ കിട്ടും കേട്ടോ. പിന്നെ ഫുഡാണെങ്കിലും ചൈനീസ് ഫുഡ് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണിത്. അത് ഒത്തൻറ്റിക് ചൈനീസ് ഡിഷസ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. നമ്മൾ ഇന്ത്യയിൽ നിന്ന് പോരുമ്പോൾ നമുക്ക് എപ്പോഴും ഇന്ത്യയോട് എപ്പോഴും ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ബിക്കോസ് നമ്മളെ ഇന്ത്യ ട്രീറ്റ് ചെയ്തത് വളരെ നല്ല രീതിയിലായതുകൊണ്ട് നമ്മൾ വേറെ എവിടെ പോയാലും നമ്മൾ ഇന്ത്യയുടെ വാല്യൂസും കാര്യങ്ങളും എല്ലാം ഉയർത്തിപ്പിടിക്കും. ഇന്ത്യയെ നമ്മൾ ഒത്തിരി സ്നേഹിക്കും. നമ്മളിപ്പോൾ എവിടെ പോയാലും നമ്മൾ ഇന്ത്യൻസ് ആണെന്ന് പറയുകയും ചെയ്യും അല്ലേ. പക്ഷേ അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് ഇപ്പോൾ നിങ്ങളുടെ എൻ്റെ ബാക്കിൽ നോക്കിയാൽ കാണാം, അവർ ചൈനയെ ഒട്ടും ഇഷ്ടപ്പെടാത്തവരാണ്. അവർ കമ്മ്യൂണിസം എൻഡ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. കാരണം കമ്മ്യൂണിസത്തിൻ്റെ ദൂഷ്യഫലങ്ങളെല്ലാം അനുഭവിച്ച് വെറുത്ത് അവിടെ നിന്ന് ഓടിപ്പോന്നിട്ടുള്ളവരാണ്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ ഇവിടെ വന്നിട്ട് ചൈനയിലെ കമ്മ്യൂണിസം നിർത്തണം എന്ന് പറയുന്ന ഒരു ക്യാമ്പയിനാണ് ഇവിടെ കാണുന്നത്. നമ്മളിവിടെ കമ്മ്യൂണിസത്തിനെ ആക്ഷേപിക്കുകയൊന്നുമല്ല. നമ്മൾ കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതുമായിട്ടുള്ള കമ്മ്യൂണിസം ഒന്നും അല്ല ചൈനയിൽ നടക്കുന്നത്. അവിടെ കൂടുതലും ഒരു ഡിക്റ്റേറ്റർഷിപ്പാണ് കൂടുതൽ കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ തെളിവായിട്ടാണ് ഇവരിവിടെ ഇത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ഇവിടെ നിന്ന് ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുന്നതും ഈ ഒരു ഹോർഡിങ്സ് എല്ലാം ഇവിടെ വച്ചിട്ടുള്ളത്. മാർക്കറ്റിലേക്ക് കയറാൻ മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. മാർക്കറ്റ് സിറ്റി എന്ന് പറഞ്ഞിട്ട് ഷോപ്പിംഗ് മോളിലേക്കാണല്ലോ വന്നിരിക്കുന്നതെന്ന് വിചാരിക്കരുത്. ഇതൊരു മൾട്ടി ലെവൽ ബിൽഡിംഗ് ആണ്. അപ്പോൾ നമ്മൾ ഈ ലെവലിൽ ഫുഡ് കോർട്ടിൽ വന്നേക്കാണ്. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ നെക്സ്റ്റ് താഴത്തെ ലെവലിലാണ് ഏഷ്യൻ മാർക്കറ്റും ചൈനീസ് മാർക്കറ്റും വെജിറ്റബിൾ മാർക്കറ്റും ഒക്കെ ഉള്ളത്. ഈ ഫുഡ് കോർട്ടിലെല്ലാം ഏഷ്യൻ റെസ്റ്റോറൻറ്റ്സ് ആണ് ഉള്ളത്. നമ്മൾ ഇവിടെ വന്നിട്ടുള്ളത് ഇവിടുത്തെ ഒരു ഒത്തൻറ്റിക് ആയിട്ടുള്ള ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല അടിപൊളി ഫ്രൈഡ് റൈസ് കിട്ടി. പിന്നെ വാങ്ങിച്ചിരിക്കുന്നത് ചിക്കനും പോർക്കുമാണ്. ഹണി വെച്ചിട്ട് മിക്സ് ചെയ്തിരിക്കുന്നത്, ഹണി ഗാർലിക്. എങ്ങനെയുണ്ട്? നല്ല 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 ചൈനീസ് ടേസ്റ്റാണ്. ചൈനീസ് കറക്റ്റായിട്ടുള്ള ചൈനീസ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലതാണ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചൈനീസ് അല്ല ഇത്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചൈനീസ് എന്ന് പറഞ്ഞാൽ കുറേ കൂടി ഒരു ഇൻഡോ ചൈനീസ് ആണ്. ഇതാ ഒത്തൻറ്റിക് ചൈനീസ്. ഇതാണ് ചിക്കൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഫിഷ് സോസൊക്കെ ഉണ്ടാവും, ഓയിസ്റ്റർ സോസ് എല്ലാം ഉണ്ടാവും. അപ്പം നല്ല ടേസ്റ്റാണ്. അത് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലതാണ്. ഞാൻ അത്ര ഒരു ഭയങ്കര ഒരു ചൈനീസ് ആരാധകരല്ല. ഇൻഡോ ചൈനീസാണ് എനിക്കിഷ്ടം. അതുകൊണ്ടാണ് ഞാൻ മേടിച്ചത് ചില്ലി ചിക്കനാണ്. ഇത് ഒരു മൈൽഡ് വെർഷനാണ്. അവരുടെ കൂടുതൽ ഐറ്റം ബീഫ്, പോർക്ക് അങ്ങനത്തെ അതിലേക്ക് പോകുമ്പോൾ അവരുടെ ട്രൂ ഒത്തൻറ്റിക് ടേസ്റ്റ് കിട്ടും. ഞാൻ അത്രയും
ഹോസ്പിറ്റാലിറ്റിക്ക് ഇങ്ങനെ ഇത് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഇഷ്ടപ്പെടുന്ന ആളല്ല. അതുകൊണ്ട് നല്ലതാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഈ പൊതുവെ സാധാരണ മേടിക്കാറുള്ള സാധനം ഇതാണ്, ഒരു ഡിറ്റോ മെനു ആണ് എൻ്റെ. വേറൊന്നും ശ്രീ പരീക്ഷിക്കാറില്ല. ഞാൻ അധികം പരീക്ഷിക്കാറില്ല. ഞാനാണ് പരീക്ഷിക്കുന്നത്. ചിന്നുവിൻ്റെ എങ്ങനെയുണ്ട്? ഹൗസ് ഇറ്റ്? ഡിഡ് യു ലൈക്ക് ഇറ്റ്? ഭക്ഷണം കഴിച്ചിറങ്ങിയപ്പോഴാണ് ഇങ്ങനത്തെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോള് കണ്ടത്. ചൈനീസ് ആൾക്കാർക്ക് ഇങ്ങനത്തെ ഭയങ്കര ക്യൂട്ടും ഫണ്ണി ആയിട്ടുള്ള ഇങ്ങനത്തെ മൊബൈൽ കവേഴ്സ് ഇഷ്ടമാണ് കേട്ടോ. ഒരു നല്ല ഭംഗിയുള്ള റെഡ് ചൈനീസ് ഷോപ്പ് കണ്ടു. നമുക്ക് അറ്റാക്ക് ബാ. ഇത് കണ്ടോ, കീസ് ഇടുന്നത്. ഇത് പണ്ടൊക്കെ ഇങ്ങനത്തെ കണ്ടിട്ടുണ്ട് അല്ലേ? ഇതിനൊക്കെ എന്തൊക്കെയോ അർത്ഥങ്ങളുണ്ട് കേട്ടോ. ഇത് വീടിൻ്റെ ഇന്ന ഡയറക്ഷനിലാണ് ഇടേണ്ടത്, അങ്ങനെയൊക്കെ ഉണ്ട്. നല്ല ഭംഗി. ഡ്രസ്സൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഒരു ജെയ്ഡിൻ്റെ ബ്രേസ്ലെറ്റ് ആണ്, ഒറിജിനൽ ആണെന്നാണ് പറഞ്ഞത്. ഇവിടെ ഒരു എക്സിബിഷൻ സെൻറ്റർ പോലെ കുറേ കുട്ടി ഷോപ്സ് ഉണ്ട്. അവിടെയൊക്കെ നമുക്കൊന്ന് കയറി നോക്കാം. ചെറിയ സാധനങ്ങളൊക്കെ കിട്ടും. ചൈനീസ് ഉണ്ട്, എല്ലാ ടൈപ്പ് ഷോപ്സും ഇവിടെ ഉണ്ട്. കണ്ടോ, ഇങ്ങനെ കിടക്കുവാണ്. ഇങ്ങനെ ഒരു മെയ്സ് പോലെ ഇങ്ങനെ നിറയെ ഉണ്ടാവും. നമുക്ക് പോയി നോക്കാം. ഇങ്ങനത്തെ ഷോപ്പിൽ നിന്നാണ് നമുക്ക് കൂടുതലും സുവനീഴ്സ് കിട്ടുക. സുവനീഴ്സ് നമ്മുടെ സാധാരണ റീറ്റെയിൽ ഷോപ്പ് പോലെക്കാളും ഇങ്ങനത്തെ ഷോപ്സിൽ ഒരുപാട് വെറൈറ്റി ഉണ്ടാവും കേട്ടോ. ഒരുപാട് സെലക്ഷൻ കിട്ടും. സിമ്പിൾ പോലെ വെച്ചേക്കണം. ഇതൊക്കെ സുവനീഴ്സായിട്ട് ആൾക്കാർ വാങ്ങിച്ചിട്ട് പോവും നാട്ടിലുള്ളവർക്ക്. ചിലരൊക്കെ പറയും ഇങ്ങനത്തെ സാധനം വേണം എന്നൊക്കെ. അപ്പം നമുക്ക് ഒരു ഐഡിയ കിട്ടുമല്ലോ. നമ്മുടെ ഓസ്ട്രേലിയൻ അബോറിജിനൽസ് യൂസ് ചെയ്യുന്ന ബൂമറാങ്. ഇത് ശരിക്കും ഇവർ യൂസ് ചെയ്യുമ്പോൾ ഇവരുടെ കയ്യിൽ തന്നെ തിരിച്ചു വരും കേട്ടോ. ഇത് അവർ ആംഗിളിൽ എറിയുന്നതാണ് അല്ലേ? ഉണ്ടോ? പല സൈസിലുള്ള
ബൂമറാങ് ഉണ്ട്. ഇത് വേറൊരു എന്തോ ഒരു ഇതെന്താണെന്നറിയില്ല. ബൂമറാങ് നമ്മൾ പറഞ്ഞ് കണ്ടേക്കണ ഈ ഒരു ഷേപ്പ് അല്ലേ? പല ഇതോ? പിന്നെ അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട്. ഇത് ഡ്രം മാതിരി ഇരിക്കുന്ന എന്തോ ഒരു സാധനം. അബോറിജിനൽസിൻ്റെ ഫോട്ടോസ് കണ്ടോ? സ്കൾപ്ചർ, അബോറിജിനൽ സ്കൾപ്ചറാണത്. പിന്നെതാ 50% ഓഫ്. ആ, ഞാൻ ഇങ്ങനെ തന്നെ രാമയുടെ പെയിൻറ്റിങ് വരച്ചിട്ടുണ്ട്. എനിക്ക് ഇവിടെ വരുമ്പോൾ ഉണ്ടല്ലോ ഈ അമ്പലത്തിലെ ഉത്സവം പള്ളിപ്പെരുന്നാളിനൊക്കെ നമ്മൾ പോവില്ലേ, അതുപോലത്തെ ഒരു ഫീലിംഗ് ആണ് വരുമ്പോൾ. ഭയങ്കര നൊസ്റ്റാൾജിക്കാണ്. എല്ലാം വാരി എടുക്കാൻ തോന്നും നമുക്ക്. അത് കാരണം എനിക്ക് ഇവിടെ വരാൻ ഭയങ്കര ഇഷ്ടമാണ്. ചൈനാടൗൺ എങ്ങനെയുണ്ടായിരുന്നു? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക. അങ്ങനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം.